ഓരോ ലോകകപ്പ് കഴിയുമ്പോഴും ടീമിൽ വലിയ തോതിൽ തന്നെ ശുദ്ധികലശം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു പാക് ക്രിക്കറ്റിൽ. 2003 ലോകകപ്പിന് ശേഷവും 2007 ലോകകപ്പിന് ശേഷവും 2019 ഏകദിന ലോകകപ്പിന് ശേഷവും എല്ലാം നമ്മളത് കണ്ടതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ അങ്ങനെയൊരു ശുദ്ധികലശത്തിന്റെ കാലം പാക് ക്രിക്കറ്റിൽ വീണ്ടും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏറെ പ്രതീക്ഷയോടെ അമേരിക്കയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ബാബർ അസമും സംഘവും ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ന്യൂസിലാൻഡിന് പുറമെ ശ്രീലങ്കയ്ക്ക് പുറമെ ഈ ലോകകപ്പിൽ വമ്പൻ ടീമുകളിൽ ഒന്നായ പാക് ടീമും നാട്ടിലേക്ക് മടങ്ങുകയാണ് തോറ്റുകൊണ്ട്. കപ്പടിക്കാനായി റിട്ടയർമെന്റിൽ നിന്നും തിരിച്ചു വന്ന മുഹമ്മദ് ആമിറും ക്യാപ്റ്റൻസി ഷഹീനിൽ നിന്നും ഏറ്റെടുത്ത ബാബർ അസമും മുഹമ്മദ് റിസ്വാനും സംഘവും എല്ലാം നാട്ടിലേക്ക് മടങ്ങുകയാണ്. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് എയിൽ നടക്കേണ്ട അമേരിക്ക അയർലൻഡ് മത്സരം മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ചതോടുകൂടിയാണ് പാകിസ്ഥാന് നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ ഈ വേദിയിൽ പെയ്തിരുന്നു. മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അധികൃതർ. ഇതോടെ അമേരിക്ക ഇന്ത്യക്കൊപ്പം ഈ ഗ്രൂപ്പ് എയിൽ നിന്നും സൂപ്പർ 8ലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പാകിസ്ഥാനെ അടക്കം അട്ടിമറിച്ച ആതിഥേയരായ അമേരിക്ക അർഹിച്ച നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത് എന്ന് പറയാം. ലോക റാങ്കിങ്ങിൽ 23ാം റാങ്കുകാരായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലെ ഈ ലോകകപ്പിൽ ഇതൊരു സ്വപ്ന സമാന യാത്രയാണെന്ന് തന്നെ പറയാം. ആദ്യം കാനഡയെ 7 വിക്കറ്റിന് തോൽപ്പിച്ച അമേരിക്ക പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ അട്ടിമറിച്ചിരുന്നു. ഇന്ത്യയോട് തോറ്റെങ്കിലും 4 പോയിന്റുകൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അയർലൻഡിനെതിരെ മത്സരം ഉപേക്ഷിച്ചതോടെ ഓരോ പോയിന്റുകൾ ഇരു ടീമും പങ്കിട്ടു. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്നും 5 പോയിന്റോടെ രണ്ടാമതായി അമേരിക്ക ഈ സൂപ്പർ 8ൽ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ സ്വപ്നങ്ങൾ അവസാനിച്ചത് പാകിസ്ഥാന്റേതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. അമേരിക്കയുടെ സൂപ്പർ ഓവറിൽ തോറ്റ പാകിസ്ഥാൻ ഇന്ത്യയോട് 6 റൺസിനും പരാജയപ്പെട്ടിരുന്നു. 3ാം മത്സരത്തിൽ കാനഡയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ 2 പോയിന്റുകൾ നേടി തിരിച്ചു വന്നെങ്കിലും അമേരിക്ക അയർലൻഡ് കഴിഞ്ഞ മത്സരഫലം നിർണായകമായിരുന്നു. അമേരിക്ക തോൽക്കുകയും പാകിസ്ഥാൻ അവസാന മത്സരത്തിൽ അയർലൻഡിനെ വലിയ സ്കോറിനും വലിയ നെറ്റ് റൺ റേറ്റിനും തോൽപ്പിച്ചാൽ ബാബർ അസമിനും സംഘത്തിനും സൂപ്പർ 8ൽ എത്താം എന്നായിരുന്നു ആ സമയത്തെ സ്ഥിതി. എന്നാൽ മഴ കഴിഞ്ഞ ദിനം വില്ലനായതോടെ അമേരിക്ക അയർലൻഡ് മത്സരം ഉപേക്ഷിക്കപ്പെടുകയും അമേരിക്ക ആ ഒരു ഉപേക്ഷിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നേടിയ 1 പോയിന്റോടെ 5 പോയിന്റ് നേടിക്കൊണ്ട് സൂപ്പർ 8ൽ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. ഇതോടെ പാകിസ്ഥാന്റെ അവസാന സ്വപ്നവും പൊലിയുകയായിരുന്നു. ഇന്ത്യക്കെതിരെയും യുഎസിനെതിരെയുമുള്ള ജയിക്കാനാവുന്ന അവസ്ഥയിൽ നിന്നും തോൽവിയിലേക്ക് കൂപ്പുകുത്തിയതിന് അവർ ഇത്രയും വലിയ വില നൽകേണ്ടി വരികയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ടീം നോക്കുമ്പോൾ ബാബർ അസം നയിക്കുന്ന പാകിസ്ഥാൻ ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങിയത്, പ്രധാനമായും ബോളിംഗിന്റെ കാര്യത്തിൽ. എന്നാൽ അവരുടെ ബാറ്റിംഗ് നിര അതീവ ദുർബലമായിരുന്നു. ഒരു ഹിറ്ററുടെ, ഒരു പ്രോപ്പർ T20 മത്സരം കളിക്കുന്ന ഒരു ബാറ്ററുടെ അഭാവം അവർക്കുണ്ടായിരുന്നു. ആസിഫ് അലിയെ പോലെ ഒരു ഹിറ്റർ അവരുടെ മധ്യനിരയിൽ വേണമായിരുന്നു. അങ്ങനെ ഒരു ഹിറ്റർ അവർക്കില്ലാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിൽ പാകിസ്ഥാന്റെ മധ്യനിര നിയന്ത്രിച്ചിരുന്നത് ഷോയിബ് മാലിക്കും മുഹമ്മദ് ഹഫീസുമായിരുന്നു. അവർക്ക് വലിയ ഹിറ്റുകൾ അടിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇന്നിങ്സ് ഒരു ഘട്ടത്തിൽ മുൻനിര താരങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഇന്നിങ്സ് പടുത്തുയർത്താനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊരു ബാറ്റിംഗ് ജോഡി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ അവരുടെ ടീമിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊപ്പം ബാബർ അസമും റിസ്വാനും ചേർന്നുള്ള ടെസ്റ്റ് സമാനമായ ഓപ്പണിംഗ് പെയർ അവരുടെ ബാറ്റിംഗ് നിരക്ക് നൽകുന്ന പ്രഷർ വളരെ വലുതായിരുന്നു. ഒരൊറ്റ ഫക്കർ സമാൻ മാത്രമാണ് അവർക്ക് പേരിന് പറയാവുന്ന T20 മോഡ് ബാറ്റർ. എന്നിട്ടും ഫക്കറിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് ഈ ലോകകപ്പിലോട്ട് കഴിഞ്ഞതുമില്ല. വസീം അക്രം പറഞ്ഞതുപോലെ ഫക്കറിനെ ഓപ്പണറായി ഇറക്കണമായിരുന്നു. അതുപോലെ പേസ് നിര പക്ഷേ ശക്തമായിരുന്നു അവരുടേത്. പേസ് നിരയിൽ ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് ആമിർ, നസീം ഷാ, ഹാരിസ് റൌഫ് എന്നീ വമ്പന്മാരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ മിക്കവരും ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്നവരാണ് എന്നത് മറ്റൊരു കാര്യമാണ്. ഇത് പ്രകടനത്തിൽ തന്നെ വ്യക്തവുമാണ്. യുഎസിനെതിരായ മത്സരത്തിൽ തോൽവിക്ക് കാരണം ആമിറിന്റെയും ഹാരിസിന്റെയും 2 മോശം ഓവറുകളായിരുന്നു. ബാറ്റിംഗ് നിരയുടെ ദൗർബല്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തവണ പാകിസ്ഥാനെ പിന്നോട്ടടിച്ചതിന്റെ പ്രധാന കാരണം അവരുടെ ബാറ്റിംഗ് നിരയുടെ, ബാബറും അതുപോലെ എല്ലാവരും അടങ്ങുന്ന ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് പറയാം. മുഹമ്മദ് റിസ്വാൻ, ബാബർ അസം എന്നിവർ ടെസ്റ്റ് ശൈലിയിൽ ബാറ്റ് ചെയ്ത് വഴങ്ങിയാൽ പിന്നെ പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അസം ഖാൻ 2 മത്സരങ്ങളിലും ഡെക്കിന് പുറത്തായതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നെപ്പോട്ടിസം കമന്റുകളൊക്കെ അയാൾക്കെതിരെ വന്നപ്പോൾ അയാളുടെ പ്രകടനം മോശമായപ്പോൾ വന്നിരുന്നു. പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടം കടക്കാത്തതിനാൽ തന്നെ വലിയ പൊളിച്ചെഴുത്തിലേക്ക് ടീം കടക്കുമെന്ന് വരും ദിവസങ്ങളിൽ ഉറപ്പാണ്. ഇത്തവണത്തെ പാകിസ്ഥാന്റെ മോശം പ്രകടനത്തെ വിമർശിച്ചുകൊണ്ട് ഷാഹിദ് അഫ്രീദി അടക്കം, വസീം അക്രം അടക്കം മുൻ താരങ്ങളെല്ലാം രംഗത്തെത്തിയിരുന്നു. നായകൻ ബാബർ അസം ഇഷ്ടക്കാരെ ടീമിലേക്ക് പരിഗണിച്ച് അർഹതപ്പെട്ടവരെ തഴഞ്ഞുവെന്ന ആരോപണവും അവിടെ ശക്തമാണ്. എന്തായാലും ഇത്തവണ ഇന്ത്യയെ തോൽപ്പിക്കുമെന്നും കപ്പടിക്കുമെന്നൊക്കെ അവകാശപ്പെട്ടെത്തിയ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടം പോലും താങ്ങാനായില്ല എന്നതാണ് ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന കാര്യം. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗരവ് നേത്രവാൽക്കർ
താരങ്ങളുടെ പേസ് ബോളിംഗ് അമേരിക്കയുടെ മുന്നേറ്റത്തിൽ നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇന്ത്യൻ വംശജനായ സൗരവ് നേത്രവാൽക്കർ തുടക്കക്കാരെന്ന നിലയിൽ സൂപ്പർ 8ലേക്ക് എത്തിയത് അമേരിക്കയെ സംബന്ധിച്ചൊരു അഭിമാന നേട്ടം തന്നെയാണ്. അതും പാകിസ്ഥാനെയും അയർലാൻഡിനെയും പുറത്താക്കിയാണ് ഇന്ത്യക്കൊപ്പം അമേരിക്ക സൂപ്പർ 8ലേക്ക് എത്തിയത് എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കന്നി T20 ലോകകപ്പിൽ തന്നെയാണ് അമേരിക്കയുടെ ഈ നേട്ടം. അപ്പോൾ അമേരിക്ക സൂപ്പർ 8ലേക്ക് എത്തിയപ്പോൾ പാകിസ്ഥാൻ നിരാശരായി മടങ്ങുകയാണ്.